നേരത്തെ ഓടിച്ചോണ്ടിരുന്ന പെണ്ണായിരുന്നു കേട്ടോ. പെണ്ണ് നമ്മുടെ ഐഗോയും കാണിച്ചു ഇതേ വഴി, ഗൂഗിൾ മാപ്പ് ഇത് തന്നെ, ട്രാൻസിക്ക് ഇത് തന്നെ, എല്ലാം ഇത് തന്നെ. അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരേ പോക്ക് തന്നെ. ഹായ്, ഗുഡ് മോർണിംഗ്. സ്പെയിനിലാണ് കേട്ടോ. രാവിലെ എണീക്കുന്നേ ഉള്ളൂ. നല്ല തണുപ്പാണ്. നമുക്ക് ജനിച്ചു വളർന്ന് പഠിച്ച ശീലം നമുക്ക് കുറച്ച് മറക്കാൻ പറ്റൂല. അതുകൊണ്ട് രാവിലെ എണീറ്റാൽ പല്ല് തപ്പ്. നമ്മൾ ഐസായാലും ശരി പല്ല് തപ്പ് തന്നെ. ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് ഇന്നലെ എവിടെയാണ് സ്ഥലം കിട്ടുക. ഇതുണ്ട്, ഇത് ഏകദേശം ഫുള്ളായി. എന്നിട്ട് റോഡുകളിലേക്ക് ഇങ്ങനെ വണ്ടി കയറ്റി നിർത്തിയിട്ടിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അപ്പുറം വണ്ടി നിർത്താനുള്ള സ്ഥലമില്ല, അങ്ങോട്ട് വണ്ടി കടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥലം പാർക്കിങ് കിട്ടാണ്ട് വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഉള്ളൊരു തെണ്ടിപ്പോവുക. ബാത്റൂമിൽ പോകുന്നതെല്ലാം പമ്പുകളിലാണ് കേട്ടോ. WC അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് രാവിലെ ബാത്റൂമിലെല്ലാം പോകുന്നത് കേട്ടോ. അല്ലാണ്ട് പോവും, കാട്ടിലൊക്കെ പോകുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലെ ജോലിക്കാരുടെ അവസ്ഥ തന്നെ ഏകദേശം. ഇതിൻ്റെ മാറ്റമൊന്നുമില്ല. ഇതാണ് വണ്ടി മൊത്തം കിടക്കുന്നത്. ഫുള്ള് വണ്ടിയാണ്. ഇന്നലെ ഇവിടെ എല്ലാം ഫുള്ള് വണ്ടി നിറഞ്ഞിട്ടാണ്. ബാത്റൂം തുറന്നിട്ടില്ല കേട്ടോ. അത് ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മുടെ കൂടെയുള്ള ആൾ പറയുന്നത്. അതുകൊണ്ട് ഇന്നിനി അടുത്ത എല്ലാ WC എന്തെങ്കിലും നോക്കണം. വണ്ടി ചെക്ക് ചെയ്യല കേട്ടോ രാവിലെ തന്നെ. ടയറ് ഇന്നലെ നമ്മളെ സ്പെയിനിൽ നിന്ന് എല്ലാം അടിച്ചുകൊണ്ട് പോയായിരുന്നു. അല്ല, അടിച്ചില്ല, മറ്റേ പായെല്ലാം കുത്തി കീറിക്കൊണ്ട് പോയാ. രാവിലത്തെ ചെക്കിങ് പരിപാടിയൊക്കെ ഇത്. എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോ? നമ്മളിന്ന് വെള്ളത്തിനകത്താണല്ലോ വേണ്ടിയിട്ട്. ഇമാരിങ്ങനെ വന്ന് കീറിക്കൊണ്ട് പോകും വേണ്ടി. ഇതാണ് ഇന്നലെ നമ്മുടെ സ്പെയിനിൽ നിന്ന് കീറിയ സംഭവം കേട്ടോ. ഈ രണ്ടെണ്ണം നമ്മൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യണം രാവിലെ. അതുപോലെ ഇതിൻ്റെ ഈ കിൽപ്പിനിന്ന് പോലെ ലോക്ക് ചിലപ്പോൾ കള്ളന്മാർ ചിലപ്പോൾ ലൂസാക്കി ഇടും ഇതിൻ്റെ ഉള്ളിലുള്ള. അപ്പോൾ അത് കറക്റ്റാണോ നോക്കണം. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ബാക്കോട്ട് എടുക്കണം, എന്നിട്ട് എടുക്കാൻ പാടുള്ളൂ. പാർക്കിങ് ഭയങ്കര പ്രശ്നം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ വണ്ടി വെക്കാൻ വേണ്ടിയുള്ള വണ്ടി അത് മൊത്തം വെള്ളം പിടിച്ചിട്ടാണ് മഞ്ഞിൻ്റെ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ ഇപ്പോൾ ലോഡിങ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ 3 കിലോമീറ്റർ ഉള്ളൂ, കൂടിപ്പോയി ഒരു 10 കിലോമീറ്റർ. അപ്പോൾ ഹൈവേ നിന്ന് ഇറക്കിയിട്ട് സിംഗിൾ റോഡിലേക്ക് കയറ്റി. നമ്മൾ ഈ ലോഡ് എടുക്കാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ പ്രശ്നം. ഇതേപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെ ഉള്ളിലേക്ക് കയറി പോകേണ്ടി വരും. അപ്പം എല്ലാവരും കൂട്ടുപിടിക്കണം. ഫോണ്, ടാബ് എല്ലാം നോക്കി പോകണം. രാവിലെ കമ്പനി തപ്പി നടക്കുക. ഇവിടെ വന്നിട്ട് ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയൻ്റെ ഉള്ളിലാണ് കമ്പനി. ഇവിടെ കമ്പനി കണ്ടുപിടിച്ചല്ലേ. അതെ, ഇതിപ്പം 8 മണിക്കേ തുറക്കുള്ളൂ. രാവിലെ കമ്പനി എന്ന് പറഞ്ഞു, നേരത്തെ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ കമ്പനി. ഇതിലേക്കാണ് ബൈക്ക് വെക്കേണ്ടത്. ഇപ്പോൾ ചെറിയ കുഞ്ഞു ബുദ്ധിമുട്ടുകൾ, അധികമൊന്നുമില്ല, ചെറിയ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെയെല്ലാം ഉള്ള കമ്പനി കിട്ടും, അതാ പ്രശ്നം. ഇതുണ്ടോ വണ്ടി വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ കുഴപ്പമില്ല, ശരിയാവും. ബുദ്ധിമുട്ടൊന്നും ഒരു വിഷയമല്ല. നേരാക്ക് ഇത് റെസിഡൻഷ്യൽ ഏരിയൻ്റെ ഉള്ളിലുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിനപ്പുറം ഇപ്പുറം എല്ലാം വീടുകളാണ്. വണ്ടി അപ്പുറത്തേക്ക് കയറുക, എല്ലാവരും വേറെ വഴിയില്ല. കയറി പോണ റാമ്പിലേക്ക് വണ്ടി വെക്കുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പുള്ളി കുഴപ്പമില്ല, പുള്ളി പഴയ ഒരു ഡ്രൈവറാണ്. ഏകദേശം നമ്മുടെ വണ്ടി ഇത്രയായി കേട്ടോ. ഇവിടെ ഇതാ കമ്പനി. ഇത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വണ്ടി കേട്ടോ. നമ്മൾ ലോഡായി നമ്മൾ പോകാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുന്നു. റോഡ് ഇങ്ങനത്തെ റോഡിലാണ് വിട്ട കേട്ടോ. വണ്ടി ലോഡ് എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് ലോഡ് എടുത്ത് വന്ന വരവാണ്. നമുക്കത് കുഞ്ഞ് റോഡ്, നല്ല അടിപൊളി സ്ഥലമാണ് സംഭവം കാണാൻ. അമ്മച്ചിയൊക്കെ സൈഡാക്കി തന്നു പേടിച്ചിട്ട്.
വഴിയില്ല, വഴി നന്ന ചെറുത്, കുഞ്ഞ റോഡ്, കുഞ്ഞി പാലം. എന്താണ് പെടലല്ലേ. നമ്മുടെ ഐഗോയും കാണിച്ചു ഇതേ വഴി, ഗൂഗിൾ മാപ്പ് ഇത് തന്നെ, ട്രാൻസിക്ക് ഇത് തന്നെ, എല്ലാം ഇത് തന്നെ. അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരേ പോക്ക് തന്നെ. ഇതാണ്ട ഞങ്ങളെ കാട്ടിക്കൂടെ ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടി. റോഡും ഇല്ല, ഒരു കോപ്പും ഇല്ല, കുഞ്ഞ റോഡ്. കാടാൻ തോന്നുന്നു ഇവിടുത്തെ. ഇതിലെല്ലാം വണ്ടി പോകുന്ന തന്നെയാവുന്ന സംശയമാണ്. അതേക്കൂട്ട് റോഡ് ഇതെല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ നാടിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് കാണുമ്പോൾ. നമ്മുടെ നാട്ടിലെ ചുരമൊക്കെ ഇറങ്ങുന്ന പോലെ ഉണ്ട് വണ്ടി. ഫുള്ള് കാട്ടിക്കൂടെ. നമ്മുടെ നാട്ടിലത്തെ കൂട്ട് ചെറിയ റോഡും കാര്യങ്ങളൊക്കെ, വലിയ റോട്ടിൽ കൂടെ വന്നേ ചെറിയ റോട്ടിൽ കൂടെ ആകുമ്പോഴത്തേക്ക് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കൃഷി തന്നെ കേട്ടാ. ഒരു വീടാ ഇത് കാണുന്നു, നല്ല അടിപൊളി വീട്. നമ്മളൊക്കെ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തൊരു വീടുണ്ട, അപ്പുറം ഇപ്പുറം എല്ലാം കൃഷിയാണ്. അതുകൊണ്ടൊക്കെ കൃഷി നില ഉഴുതിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ വില്ല റോട്ടിൽ കയറി മേലെ കൂടെ പോകുന്നതാണ് ഹൈവേ. ഇതിലേക്ക് ഇപ്പോൾ എൻട്രി ആവും. കുറച്ച് അപ്പുറത്തെ പോയി കറങ്ങി വരാനുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റാണ് ഏകദേശം. തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും കണ്ടോ അങ്ങ് ആ മല ഫുള്ള് മഞ്ഞ വീണ് കിടക്കുക. ഇവിടെ നല്ല ചൂട്. എന്താ സംഭവം അറിയില്ല. അങ്ങനെ നമ്മൾ AP7 വലിയ റോഡിലേക്ക് എൻട്രി ആവുക. നമ്മളെത്തി. റോട്ടിൽ കയറി കേട്ടാ. അങ്ങനെ നമ്മളെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ കയറി കേട്ടാ. മെയിൻ ഹൈവേ കയറി. കുറേ കഷ്ടപ്പെട്ട് വനത്തിനുള്ളിൽ കൂടെ ഒക്കെ നമ്മളെ കൊണ്ടുപോയി. അല്ല സുരേട്ടാ, നമ്മൾ വളരെ കഷ്ടപ്പെടുത്തി. എന്തായാലും നമ്മൾ വിട്ടില്ല, കയറി. നമ്മളിപ്പോൾ പോകുന്നത് 1500 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ. ട്രിപ്പ് ഇപ്പോൾ സ്പെയിനിൽ നിന്ന് ജർമ്മനിക്കാണ്. ബെർലിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ബെർലിൻ. അവിടുത്തെ നമുക്ക് നാട്ടിലേക്ക് നാടെന്ന് ഉദ്ദേശിച്ച ബേസിലേക്ക് കിട്ടിയാൽ ഭാഗ്യം, ക്രിസ്മസ് നമുക്ക് ഘോഷിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തെണ്ടിപ്പോവും. അല്ലേട്ടെ? കിട്ടിയാ ഭാഗ്യം. കിട്ടോ? ചാൻസ് കുറവാണ്, നോക്കാം. അത് കിട്ടിയ ഭാഗ്യം. ഇല്ലെങ്കിൽ നമ്മൾ ജർമ്മനി ഏതെങ്കിലും തണുപ്പത്ത് കിടക്കേണ്ടി വരും മിക്കവാറും കണ്ടിട്ട്. അതിന്റെ ഇറ്റലി പോവായിരുന്നു. ഇറ്റലിയും ചൂടാണ്, ജർമ്മനി ഭയങ്കര തണുപ്പാണ്, പോളണ്ട് ഭയങ്കര തണുപ്പാണ്. ഈ കാണുന്ന മലയ്ക്ക് അപ്പുറമാണ് കേട്ടോ ഫ്രാൻസ്. ഇതാന്ന് തോന്നുന്നു ബോർഡർ. നമ്മളിപ്പോൾ ഒരു AP7 എന്ന് പറഞ്ഞ റോട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഇത് കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ സ്പെയിൻ കഴിയും, ഫ്രാൻസിലേക്ക് എൻട്രി ആവും. താഴോട്ടെല്ലാം വലിയ കുഴി കേട്ടാ. ഒരുമാതിരി മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണല്ലോ. ഒരാൾ വെട്ടിവെക്കുന്നുണ്ട് ഇവിടെ കിടന്നിട്ട്. കാര്യവണ്ടി ആയിരിക്കാം ചിലപ്പോ. ഫ്രാൻസിലേക്ക് എൻട്രി ആയി കേട്ടാ. ഫ്രാൻസ് ബോർഡിലേക്ക് കടന്നിട്ടാ ചിലപ്പോ കട്ടാവും. ഫ്രാൻസിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നിർത്തണം. അതിന്റെ ഇടയിൽ പ്ലാനിങ്. ഫ്രാൻസ് എന്നപ്പോ അറിയും. കിടിലം സ്ഥലം, കിടിലം മല. ബിച്ചാട്ടിന്റെയാ ഏത്? എന്റെ പയ്യ നല്ല റെക്കോർഡാ. നമ്മളാ കേറിയ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പോയത്. നേരത്തെ ഓടിച്ചോണ്ടിരുന്ന പെണ്ണായിരുന്നു കേട്ടാ. പെണ്ണിപ്പൊ സുല്ലിട്ടു. എന്നിട്ട് നമ്മളെ വേറെ പുള്ളി എടുത്ത് വണ്ടി നമ്മളിപ്പോ ഫ്രാൻസിലുള്ള ഒരു പമ്പിലുള്ള കേട്ടാ. പോയി ഒരു കുളിയെല്ലാം കുളിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടി എടുക്കുക. 4.5 മണിക്കൂറത്തെ റെസ്റ്റ് കൊടുത്ത് വീണ്ടും പോവാല്ലേ. നമ്മൾ വിട്ടേക്കുക. ആവശ്യമായ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് വണ്ടി കയറി. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം 24 ടണ്ണുണ്ട് ഫുള്ളോടെ. അതുകൊണ്ട് വണ്ടി കയറുന്നില്ല. കയറ്റാ. എന്താ വണ്ടി വലിക്കാതെ? വയ്യ. ബൈക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ സ്പെയിനിലും അതുപോലെ ഫ്രാൻസിലൊക്കെ അത്യാവശ്യം ബൈക്ക് കാണുന്നുണ്ട്. സ്പെയിനിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ. ഇന്നലെ നമ്മൾ ബാഴ്സലോണയിൽ പോയായിരുന്നു. ബാഴ്സലോണയിൽ പോയപ്പോൾ മൊത്തം വണ്ടിയാണ്. അത്
നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ വണ്ടിയല്ല, എല്ലാം സൂപ്പർ ബൈക്കുകളാണ്, നല്ല നല്ല വണ്ടികൾ. അത് അമാരെ വെടിയും പോയതിൻ്റെ ആൾക്കാരാണ്. സമയം ഇപ്പൊ 5:30. മെയിൻ ടൗണിലേക്ക് കിടക്കാൻ പോട്ടാ. ഫ്രാൻസിലുള്ള ലിയോൺ എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് കയറാൻ പോകുന്നത്. നമ്മൾ പേടിച്ച് പറിച്ച് വരുമായിരുന്നു. സംഭവം ഔട്ടർ ഇറക്കി വിട്ടു കേട്ടോ. നമ്മളെ ലിയോണിന്റെ ഉള്ളിൽ കയറ്റാണ്ട് പുറത്തിറക്കി വിട്ടു. പേടി മാറിയാ? ടാക്കോലം പൊട്ടിത്തെറിക്കും അല്ലേ? തെണ്ടിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പോയിട്ട് ടാക്കോലം പോയതാ. അതുകൊണ്ട് എന്താ വായത്തിന് വഴിതിരിച്ചു വിട്ടു. ഈ കിടക്കുന്നൊക്കെ ലിയോണിന്റെ ആ ഭാഗത്തേക്ക് പോകുന്ന ബ്ലോക്ക് ആട്ടാ. ഇതിന്റെ ഉള്ളിൽ കയറി പോയിട്ട് നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതാണ് ലിയോൺ ടൗണിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന വണ്ടിയാ ഈ കിടക്കുന്ന ബ്ലോക്ക് മൊത്തം. ചെറിയ ബ്ലോക്കല്ല, കുറെ സമയം തുടങ്ങിയിട്ടത്. നമ്മളിതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തുടങ്ങിയായിരുന്നു. ഇതേപോലെ അതിന്റെ ഉള്ളിൽ പോയി പെട്ടായിരുന്നു, അവിടെ സ്റ്റക്ക് ആയതിനെ ഞങ്ങള്. നമ്മളും പെട്ട് കേട്ടോ. നല്ല ബ്ലോക്ക്, എമ്മായി ബ്ലോക്ക്. 5-10 മിനിറ്റായി കിടക്കുന്നത്. നല്ല ബ്ലോക്കാ. നമ്മൾ ഓടാനുള്ള ടൈം കഴിഞ്ഞ കേട്ടാ. നൂലുമ പിടിച്ച് കളിക്കുക, ഇല്ല ടാക്കോലം പൊട്ടും. പാർക്കിങ്ങിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഒരു പാർക്കിങ് കയറി ഇറങ്ങി, അവിടെ ഇത് കിട്ടിയിട്ടില്ല. ഇവിടെ ഫുള്ളാന്ന് തോന്നുന്നു. ഒരു പാർക്കിംഗ് ഏരിയ മാത്രമാണ് ഉണ്ടാ. ഇതാ ഇവിടെ ഉണ്ട്. രക്ഷ വിട്ട് കേട്ടാ. കള്ളന്മാരുടെ അടുക്കൂന്ന് അരക്കള്ളന്മാരുടെ അടുത്തോട്ട് പോകുന്നത്, മുഴുക്കള്ളന്മാരുടെ അടുത്തു നിന്ന് അരക്കള്ളന്മാരുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂമൊക്കെ നല്ല ബാത്റൂം. അപ്പുറത്താ ഇന്നിപ്പോ. ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ വണ്ടി കേട്ടോ. രാവിലെ എണീറ്റു. രാവിലെ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതാ ബാത്റൂം. ഫ്രാൻസിലെ ബാത്റൂമൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. നല്ല അടിപൊളി ബാത്റൂമാണ്. ബാത്റൂം എടുത്തത് ഇതിനകത്ത് എന്താ, ഇത് സോപ്പ്, ഇത് വെള്ളം, തണുപ്പ്, ഇത് ചൂട്. കൈ ഉണക്കുന്ന സാധാരണ ഇങ്ങനെ കിടക്കാറില്ല, പമ്പുകളിലെല്ലാം കിടക്കുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുണ്ടോ, അപ്പുറത്തെല്ലാം കണ്ട ഭയങ്കര ഇരുട്ടാണ് സംഭവം. കള്ളന്മാരും കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ്. വന്ന് ഇന്നലെ നമ്മുടെ ഭാഗത്ത് കയറി, മിനിഞ്ഞാന്നും സ്പെയിനിൽ നിന്ന് കയറി. കള്ളന്മാരുടെ കോട്ടയാണ് സ്പെയിൻ. ഞാൻ രാവിലെ കുറച്ച് താമസിച്ചു ഇന്ന് എണീക്കാൻ. പിന്നെ അപ്പോൾ പുള്ളി രാവിലെ എണീറ്റിട്ട് ഫുള്ള് ലൈറ്റും പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. രാവിലെ ഒരു ലൈറ്റ് കത്തുന്നില്ല. അടിയത്തെ ലൈറ്റ് കട്ടണില്ല. ആ സൈഡിലേക്കുള്ള അല്ലേ. ഈ കുഞ്ഞിനായിട്ട് കത്തുന്നില്ല. ഈ സാധനം കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നിന്ന് കയറുക കേട്ടോ. നമ്മൾ ഈ ടേപ്പൊട്ടിച്ച് മടുക്കും അല്ലേ സുരേട്ടാ? എന്താ ഇതിലുള്ളതെന്നാണ് നോക്കണവര്. അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റിയതാണോന്ന് അറിയാനോ. ഇവിടെ വലിയ കുഴപ്പമില്ലല്ലേ ഫ്രാൻസില്? ഫ്രാൻസിലുള്ളമാരുണ്ട്. എന്നാലും നമ്മൾ ഇന്നലെ ഉള്ളി ഇട്ടതല്ല, ലൈറ്റും ഇല്ലാത്ത സ്ഥലത്തല്ല കൊണ്ടിട്ട്, എന്നിട്ടും വലിയ പ്രശ്നമില്ല. മറ്റേത് ഇന്നലെ 2 പ്രാവശ്യം മറ്റേ കൊണ്ടിട്ട് നമ്മള് പമ്പിലാണ് കൊണ്ടിട്ടെ. 2 സ്ഥലത്തുനിന്ന്, അത് നല്ല സ്ഥലത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് അവന്മാര് വന്ന് ഞോണ്ടാൻ നോക്കിയില്ലേ. എല്ലാം കുത്തിപ്പൊളിക്കുന്നുണ്ട്. അത് ഇത് ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇതുണ്ട്. ഒക്കെ ഇവര് നോക്കുന്നുണ്ട്. ഇനി ഉണ്ടോ അരിയിലെല്ലാം ഉണ്ട്, അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ട് വെട്ടിക്കേറിയ പാട്. വേണ്ട ഇത്
ഇതുണ്ട്, കള്ളന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇതുണ്ട്, ഇത് ശരിക്കും പറഞ്ഞ പാ മാറ്റാനായല്ലേ. അപ്പം നമ്മൾ വിടുക കേട്ടോ. സമയം ഇപ്പം 5:30. ഇതാണ് നമ്മൾ പറഞ്ഞ കള്ളന്മാരൊക്കെ വന്നിട്ട് താണ്ഡവാടുന്ന പാർക്കിംഗ്. ഇവിടെ പാർക്കിംഗ് ഇപ്പോഴും ഇഷ്ടം പടി ഉണ്ട് കേട്ടോ. ഇവിടെ ആരും പേടിച്ചിട്ട് കയറില്ല. പാർക്കിംഗ് ടൈറ്റാ. ഇവിടെ കണ്ടില്ലേ ഫസ്റ്റ് വണ്ടി കയറ്റിയിട്ട് കണ്ട. ആ ഇതിലെ ഫ്രണ്ടിൽ കൂടെ എടുത്തിട്ട് പോവാം. ഇത് വേണ്ട, എല്ലാം വണ്ടി കയറി കിടക്കുന്ന സ്ഥലം. ഫ്രാൻസിൽ വെറുതെ കുറെ സ്ഥലം കളയുന്നുണ്ടല്ലേ. കുറെ ഇതേപോലെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടും മരം വെച്ചിട്ടും കുറെ ഏരിയ കളയുന്നുണ്ട് വെറുതെ. മെയിൻ റോഡിലേക്ക് കയറി. ഇനിയിപ്പോൾ നമുക്ക് 792 കിലോമീറ്റർ കേട്ടോ. ഇത് പാർക്കിംഗ് ഇല്ലാണ്ട് റൂട്ടിൽ കൊണ്ടിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇന്നലെ അവിടെ കിട്ടാണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും കേട്ടോ. ഇതും അതെ, ഇതൊക്കെ രാവിലെ ഇപ്പം എടുത്തിട്ട് പോകുന്നത്. ഇതൊക്കെ ഇന്നലെ ഇവിടെ കൊണ്ട് ഒതുക്കിയ വണ്ടികളാണ്. വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടപ്പോൾ പോകാനായിട്ടായിട്ടുണ്ടോ. ഇതുണ്ട്, ഇതൊക്കെ ഇന്നലെ അത് വഴിക്ക് കിടക്കുന്ന വണ്ടി കേട്ടോ. എന്താ കംപ്ലൈൻ്റ് കിടക്കുന്നത്. അപ്പുറം ഒരു വണ്ടി കാണുന്നുണ്ട്. അതെന്താ, ഇത് ചിലപ്പോൾ പാർക്കിംഗ് കിട്ടാണ്ട് കൊണ്ടിട്ടിരിക്കുന്നതായിരിക്കും റൂട്ടിലൊക്കെ, പറയാൻ പറ്റൂല. അതെ, പാർക്കിംഗ് കിട്ടാണ്ട് കൊണ്ടിട്ടു. അപ്പം നമ്മൾ മെയിൻ റോഡിൽ കയറി കേട്ടോ. ഇപ്പം സമയം 7 മണിയായി കേട്ടോ. ഇതുവരെ നേരം വെളുത്തിട്ടില്ല. സമയം ഇപ്പം 8-8:30 ആയി കേട്ടോ ഏകദേശം. ഇവിടെ ഒന്നും നേരം വെളുക്കുന്നില്ല. ഇന്നലെ സ്പെയിനിലെ അവസ്ഥ എന്തായിരുന്നു? 6 മണിക്കകത്ത് നേരം വെളുത്തല്ലേ. ജർമ്മനിലൂടെ ലേറ്റ് ആയിട്ടാ നേരം വെളുക്കുള്ളൂ. 8 മണിക്കാവും. ഫുഡ് അടിക്കാൻ വേണ്ടി കയറ്റിയത്, പാർക്കിങ്ങിലേക്ക് കയറ്റുന്നു കേട്ടോ. ഫുഡ് അടി ആശാൻ രാവിലെ ചെക്കിങ് ആണ്. വണ്ടി ഫുള്ള് ഇത് അവിടെ ലോഡ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി കയറുന്ന കേട്ടോ. അതിൻ്റെ ബേക്കിലത്തെ സംഭവം പൊട്ടിയിട്ടുണ്ടോ ഇല്ല പറയാൻ വേണ്ടി. ചാക്ക് അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നോക്കാൻ വേണ്ടിയാണ്. ടെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇതെന്താ സംഭവം അറിയത്തില്ല. കനാലാന്ന് തോന്നുന്നു. ഏകദേശം പാരീസ് കഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അല്ല സോറി, പാരീസ് അല്ല, ഫ്രാൻസ്. ജർമ്മനി കയറിയിട്ടുണ്ട്. പക്ഷെ ബോർഡോ കാര്യങ്ങളൊന്നും കാണാനില്ലല്ലോ. ഇല്ല കേട്ടോ, ഇവിടെ ബോർഡൊന്നും ഇല്ല. നേരെ കയറി ഇറങ്ങി. ഇവിടെ ബോർഡൊന്നും ഇല്ല കേട്ടി. ഈ വണ്ടി 54 കേട്ടാ, നമ്മുടെ വണ്ടി 85. സമയം എടുക്കും ദാസ, കേറിപ്പോ സമയം എടുക്കും അല്ലേ. എന്താ ഒന്നും കയറുന്നത്. ഓവർടേക്ക് കയറാൻ പറ്റും. എല്ലാവരും ഉണ്ട്, കുറേ വണ്ടിയുണ്ട് കൂടെ കൂടെ. അങ്ങനെ 1.5 പാസ്സാക്കി നമ്മള്. വാല വണ്ടിയാണ്. എല്ലാവരും 85, 84, 83. നമ്മുടെ വണ്ടി 85 ബാക്കി ചിലവർ 90 ഉണ്ട്. 90 നേരെ മുമ്പിൽ പോകുന്നത്. നമ്മുടെ വണ്ടി 85 ആയതുകൊണ്ട് നമ്മൾ ഇവരൊക്കെ പുറകെ പോവാ. ന്യൂട്രടിക്കട്ടെ. ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്, അതാ ഇങ്ങനെ കയറി പോകുന്നത്. ജർമ്മനി ആയതുകൊണ്ട് ഭയങ്കര ചൊറയാന്ന് കേട്ടോ. കയറി കിട്ടല് ഭയങ്കര പാടാണ്. എല്ലാവരും ഒരു മിനിമം സ്പീഡിൽ എല്ലാവരും ചവിട്ടുന്നു. നമ്മൾ ഏകദേശം 300 കിലോമീറ്റർ
ഗ്യാപ്പിലുണ്ട് ഇപ്പോൾ കമ്പനീൻ്റെ. അതിൻ്റെയും മുമ്പ് വണ്ടിയുണ്ട് കേട്ടോ. ഇറക്കം കിട്ടിയില്ലേ, പാമ്പിടുത്തം വിട്ടു പോലെ. റോഡൊന്നും ഒരു രക്ഷയില്ല, ഇടക്കിയിട്ടില്ല റോഡ്. അങ്ങനെ നമ്മൾ പത്തി മടക്കി അല്ലേ, സെല്ലിട്ടു. നമ്മളെക്കാൾ വലിയ പയറ്റാറുണ്ട് മുമ്പിൽ. നമ്മളെ ഓവർടേക്ക് പോകുന്ന എല്ലാം 90-കാരാണ്, നമ്മൾ 55-കാരാണ്. ബാക്കിൽ ഒരുത്തിനും കൂടെ വരുന്നുണ്ട്. ഇതാ വരുന്ന ക്ലാസ്സിൽ കൂടെ. നമ്മള് പാർക്കിങ് കയറ്റി കേട്ടോ, ഫുഡ് അടിക്കാൻ വേണ്ടി. ഫുഡ് അടിക്കാൻ നിൽക്കുവാ നമ്മുടെ വണ്ടി ആക്സിഡന്റ് കേട്ടോ. നല്ലടിയാന്ന് നമ്മളിതും പിടിച്ചോണ്ടിരുന്ന പിന്നെ ട്രെയിലറിനിട്ടാന്ന് തോന്നി ജാമ്പ് ചെയ്തു. രക്ഷപ്പെട്ടു. 1 മണിക്കൂറിനടുത്ത് സമയം പോയല്ലേ, വെറുതെ സമയം കളഞ്ഞു. വീണ്ടും ബ്ലോക്ക് ആട്ടോ, കട്ട ബ്ലോക്ക്. ഇവിടെ കുറച്ച് മരമെല്ലാം വെട്ടുന്നുണ്ട്, അതാ സംഭവം. ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ എന്തോ ഇലക്ട്രിക് ബസ് പോകുന്നതാണെന്ന് തോന്നുന്നു. ഒരു ലൈൻ കണ്ട മേലെ കൂടെ ഇലക്ട്രിക്കിൻ്റെ. കുറേ ദൂരമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. ഇത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന ഫ്ലൈറ്റ് ആട്ടോ. ഒത്തിരി ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട് ജർമ്മനി. എത്ര നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 4-4 വന്നിറങ്ങി. ഇതാ അടുത്ത് വരുന്നു. ഇത് നോൺ സ്റ്റോപ്പാന്ന് തോന്നല്ല, ഇതാ വരുന്നുണ്ടോ. ഒരു 5-ാമത്തെ ഇപ്പം വന്നിറങ്ങുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്നു. അപ്പോൾ ഇത്രയും കൂടി വരുമായിരുന്നു നമുക്ക് നേരിട്ട് അടുത്തുനിന്ന് കാണാൻ. ഇവന്മാർക്ക് ട്രാഫിക് ഒന്നും ഇല്ല. നമ്മൾ പോകുന്നിടത്ത് മൊത്തം ട്രാഫിക് കഴിഞ്ഞ കേട്ടോ. എയർപോർട്ടാ കാണൂല. അപ്പുറം ഫ്ലൈറ്റ് ഉണ്ട്. നമുക്കിനി ഒരു 1 മണിക്കൂർ കൂടി ഓടാനുണ്ട്. ജർമ്മനി ഇന്നലത്തെ പോലെ തന്നെ സമയം കൈപ്പിടിച്ചോട്ടോ. അതാണ്ട് അടുത്ത ഇത് എങ്ങോട്ടാ പോകുന്നത്? അതാ എല്ലാം തലങ്ങും വിലങ്ങും ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ ഫ്ലൈറ്റ്. അത്യാവശ്യം ഒത്തിരി ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ എത്തിയേട്ടാ 2ാമത്തെ ദിവസം. ഇനിയിപ്പോൾ അത്ര കിലോമീറ്റർ ഉള്ളൂ. ആ പടം 129 കിലോമീറ്റർ ഉള്ളൂ. പാർക്കിംഗ് ഏരിയ അത് മൊത്തം. അപ്പം ഇന്ന് 1 മണിക്കൂർ മുന്നേ കിട്ടിയാട്ടെ. 40 മിനിറ്റ് മുന്നേ. ഇത് ഫുള്ള് പാർക്കിങ്ങാ. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ എടുത്തു കേട്ടോ വണ്ടി. ഇവിടെ ഏകദേശം ഒരു 121 കിലോമീറ്റർ ഉള്ളൂ. രാവിലെ എല്ലാവരും പോയി പാർക്കിംഗ് കിടന്ന്. നേരത്തെ പോലെ ഇന്നലെ വന്ന പോലെ അല്ല, എല്ലാവരും വണ്ടി എടുത്ത് പോയി. അതിരാവിലെ ഓടേണ്ടവർ. നമുക്ക് രാവിലെ 6 മണിക്കാണ് ലോഡിങ് പറഞ്ഞത്. ഫുള്ള് വണ്ടി കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. നമ്മൾ കമ്പനിയിലെത്തി കേട്ടോ. പേപ്പർ വർക്കും പരിപാടിയൊക്കെ ആയിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ വണ്ടി ലോഡെടുക്കാൻ വേണ്ടി റാമ്പിൽ വെച്ചേട്ടാ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞാട്ടോ. ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ആ വേക്ക് കാണുന്ന കമ്പനി, അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒന്നും ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പുതിയ കമ്പനിയായുണ്ട് നമ്മുടെ വണ്ടി കേട്ടോ. വേറെ ഒന്നുമില്ല. അപ്പോൾ ശരി എന്നാൽ.